ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചില്ലി സിറ്റിയിലെ ഏറ്റവും വലിയ പണക്കാരനായ മിസ്റ്റർ ലോറൻസ് വളരെ സീരിയസ് ആയ ഒരു രോഗം കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. അമ്മേ, എബിയങ്കിൾ നിങ്ങൾ എത്തിയോ? അതെ, നീ എഴുന്നേറ്റുവല്ലേ? അതേതായാലും നന്നായി. ഞങ്ങൾ വളരെ വിഷമിച്ചു. എന്തായാലും ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യാം. സ്വത്തുക്കളെല്ലാം ട്രാൻസ്ഫർ ചെയ്യാനോ? കിഡ്നി ട്രാൻസ്പ്ലാന്റോ? അമ്മ എന്താ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലായില്ലെന്നോ? നീ ഒരുപാട് നാളൊന്നും ജീവിക്കാൻ പോകുന്നില്ല. ഭാഗ്യം കൊണ്ട് നിന്റെ കിഡ്നി ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ആ നല്ല കിഡ്നി വെറുതെ നിന്റെ ഒപ്പം കുഴിച്ചു മൂടുന്നതിലും നല്ലത് അത് നീ നിന്റെ ബ്രദറിന് ട്രാൻസ്ഫർ ചെയ്തേക്ക്. ഒപ്പം അതുകൂടെ സൈൻ ചെയ്തേക്ക്. അമ്മേ, ഞാൻ നിങ്ങളുടെ മകനാണ്. എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ... മതിയാക്ക്. വെറുതെ അതും പറഞ്ഞ് സമയം കളയണ്ട. ബ്രാഡ്ലിക്ക് വേണ്ടി അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ അലുമിനിയൊന്നും നിനക്ക് വേണ്ടി വാരിക്കൊരി ചെലവാക്കില്ലായിരുന്നു. നീ എനിക്കൊരു ഭാരം തന്നെ. അലുമിനിയാ? അമ്മയല്ലേ പറഞ്ഞത് അച്ഛൻ എന്നെ ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല? അതല്ല, ശരിക്കും പറഞ്ഞ ഒരു കള്ളമായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ നിന്റെ ജീവിത ചെലവും ട്യൂഷനുമുള്ള കാശ് അയച്ചു തന്നത് നിന്റെ അച്ഛനായിരുന്നു. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, നീ നിന്റെ കോളേജ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ ആ പരട്ട കിളവനെ കണ്ടെത്തി നിന്റെ സെർവറൻസ് അഗ്രിമെന്റ് സൈൻ ചെയ്യിച്ചു. നീയും നിന്റെ പരട്ട കിളവൻ തന്തയെ പോലെ വെറും മണ്ടനാടാ, മണ്ടൻ, മാരാ മണ്ടൻ. ലോറൻസ്, എന്തിനാ ഇതൊക്കെ ചെയ്തത്? ലോറൻസ്, ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക് ലോറൻസ്. ഇത് നിങ്ങളുടെ അച്ഛന്റെ ക്രിട്ടിക്കൽ ഇൽനെസിന്റെ നോട്ടീസാണ്. ഇവിടെ ഒന്ന് ഒപ്പിട്ടേക്ക്. ഞാൻ ഒപ്പിടില്ല. മതി, നിന്റെ അഭിനയം നിർത്ത്. വേഗം നിന്റെ ഫിംഗർ പ്രിന്റ്. നീ ചത്ത തൊലയേ. അച്ഛാ, ഐ ആം സോറി. എന്നോട് ക്ഷമിക്കുക. വീണ്ടും ഒരു ജന്മമുണ്ടെങ്കിൽ ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം തിരുത്താൻ ശ്രമിക്കും. ഞാനിപ്പോ എവിടെയാ? അപ്പൊ ഞാൻ ചത്തുപോയില്ലേ? പീറ്റർ, ഞാൻ പറയുന്ന കേക്ക്. എന്ത് വന്നാലും ശരി, ഈ ഡിവോഴ്സ് എഗ്രിമെന്റിൽ നിങ്ങൾ സൈൻ ചെയ്തേ പറ്റൂ. അച്ഛാ, ഡിവോഴ്സോ? ഇതൊക്കെ എനിക്ക് 8 വയസ്സ് പ്രായമുള്ളപ്പോ സംഭവിച്ചതല്ലേ? ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോ എന്നെ കാണാൻ ഇങ്ങനെയായിരുന്നു. ഒരുപക്ഷേ ഇതിന്റെ പുനർജന്മമാണോ? റോസി, ഈ പ്രായത്തിൽ ലോറൻസ് ഒക്കെ എങ്ങനെയാ അമ്മയില്ലാതെ പറ്റുക? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കിപ്പോ ഇതൊന്നും പറ്റില്ല. എനിക്ക് സന്തോഷകരമായ ഒരു ജീവിതം ജീവിക്കണം. മര്യാദയ്ക്ക് ഈ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യാനാ പറഞ്ഞത്. അച്ഛാ, ഞാൻ പറയുന്ന കേക്ക്. നിങ്ങൾ ഡിവോഴ്സ് വാങ്ങിച്ചോ? മതിയായാലോ? ഡിവോഴ്സ് സൈൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇനി പൊക്കോ. മോനെ ലോറൻസ്, നീ ഇതെന്തായി ചെയ്യുന്നേ? അച്ഛാ, അവര് പോവാൻ തീരുമാനിച്ചല്ലേ, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അവരവരുടെ വഴിക്ക് വിട്ടേക്ക്. ലോറൻസോ, ഞാൻ അത്ര ക്രൂരയാണെന്ന് കരുതരുത് നീ. നിന്റെ അച്ഛന് കാറുമില്ല, വീടുമില്ല. ജീവിതകാലം മുഴുവൻ അയാൾ ഒരു ലൂസർ ആയിരിക്കും. പക്ഷെ നിന്റെ അങ്കിൾ ആർത്തർ, അദ്ദേഹം വെൽ സെറ്റിൽഡ് ആണ്. ഫുള്ളായി ഗ്രൂപ്പിന്റെ അവകാശിയാണ്. ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിച്ചാൽ സ്വത്തും സമ്പത്തും പൊന്നും പണവുമായിട്ട് സന്തോഷമായി ജീവിക്കാൻ പറ്റും. ഇത്രയും നല്ല അവസരം ഞാൻ എന്തിനു വേണ്ടെന്ന് വെക്കണം? നിങ്ങൾക്ക് രണ്ടുപേർക്ക് അതൊന്നും വിധിച്ചിട്ടില്ല. സാരമില്ല, നിങ്ങൾ പഴയതൊക്കെ ഉപേക്ഷിച്ച് പൊയ്ക്കോ. നിങ്ങൾ പുതിയ ലൈഫായിട്ട് കണ്ടിന്യൂ ചെയ്തോ. ഞാൻ എന്റെ അച്ഛന് നിങ്ങളെക്കാൾ 100 മടങ്ങ് നല്ലൊരു ഭാര്യയെ കണ്ടെത്തും. അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഇതൊക്കെ സ്വപ്നം കണ്ടോണ്ടിരുന്നാ മതി നിങ്ങൾ. റോസി, നീ ശരിക്കും പോവുകയാണെങ്കിൽ ലോറൻസിനെ നിന്റെ കൂടെ കൂട്ടിക്കോ. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ മനുഷ്യ? അവനെ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഭാരം ചുമന്ന് നടക്കാൻ പറയുകയാണോ? ഞാൻ നിനക്ക് എല്ലാ മാസവും ആലുമിനി തന്നേക്കാം. നിനക്കൊരു കംപ്ലീറ്റ് ഫാമിലി തന്നെ ഉണ്ടാവും. ആർദറിനൊപ്പം നിനക്ക് സന്തോഷമായിട്ട് കഴിയാം. ലോറൻസിനും എന്റെ ഒപ്പം കിടന്ന് കഷ്ടപ്പെടേണ്ടി വരില്ലല്ലോ. ബ്രാഡ്ലിക്ക് വേണ്ടി അല്ലായിരുന്നെങ്കിൽ ആ അലുമിനി വാങ്ങി നിന്നെ പോലെ ഒരു ഭാരത്തെ ജീവിതകാലം മുഴുവൻ ഞാൻ ചുമക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? മനസ്സിലായോടെ മണ്ടാ നിനക്ക്. അച്ഛാ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. ലോറൻസ്, അവൻ പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങളുടെ പുന്നാര മകനെ നിങ്ങൾ തന്നെ വെച്ചാ മതി. എന്നാ ഞാൻ പോട്ടെ. അച്ഛാ, നിങ്ങൾ വിഷമിക്കാതിരിക്കെ. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമുക്കായി നല്ലൊരു ദിവസം ഉണ്ടാവും.
ലോറൻസ്, നീ വളരെ ബുദ്ധിമാനാ. നിന്നെപ്പോലൊരു മോനെ കിട്ടിയതിന് ഞാൻ ഭാഗ്യവാനാ. നിനക്കൊരു നല്ല ജീവിതം തരാനായി ഞാൻ കഠിനമായി അധ്വാനിക്കാൻ തയ്യാറാണ്. നീ എപ്പോഴും സ്കൂളിൽ പോകണമെന്ന് പറയായിരുന്നില്ലേ? ട്യൂഷൻ 5000 രൂപ വേണം. ബാക്കി കാര്യങ്ങൾക്ക് ഒരു 800 രൂപ ചിലവാവും. ഇതൊക്കെ ഞാൻ മോന് വേണ്ടി സേവ് ചെയ്ത് വെച്ചതാ. മോൻ നന്നായി പഠിക്കണം. മോൻ പഠിച്ച് വലിയ നിലയിലെത്തണം. അങ്ങനെ എത്തിയ മോനെ ആരും കുറച്ച് കാണുകയോ ചതിക്കുകയോ ചെയ്യില്ല. താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്. നീ എൻ്റെ പൊന്നു മോനല്ലേ. മോന് വിശക്കുന്നുണ്ടോ? ഞാൻ മോന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. ഈ കാശ് ഭദ്രമായിട്ട് വെക്കണേ. അച്ഛാ, ഈ ജീവിതത്തിൽ നിങ്ങളെ ആരും തരം താഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇതെന്റെ വാക്കാ. അല്ല, ഇതാരുടെ കുട്ടിയാ? കയ്യിലൊരു ബോക്സ് ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നതാണോ? ഹലോ ലിറ്റിൽ ബോയ്, മോൻ എന്ത് ആവശ്യത്തിനാ ഇവിടെ വന്നത്? അതെ, ഞാനിവിടെ സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടി വന്നതാ. ലോറൻസേ, എഴുന്നേറ്റേ, നമുക്ക് സ്കൂളിൽ പോണ്ടേ? മോനെ, ലോറൻസ്, ഈ ലോറൻസ് ഇത് എങ്ങോട്ട് പോയി? ലോറൻസ്, ഇവനെ കൊണ്ട് തോറ്റല്ലോ. എന്റെ കാശ് എവിടെ? എന്റെ കാശ്. പീറ്റർ, നോക്ക്, നിങ്ങളുടെ വീട് മുഴുവൻ നമ്മൾ അരിച്ചു പറക്കിയതാണ്. പക്ഷേ ഇവിടെ ആരും അതിക്രമിച്ചു കയറി ഒന്നും ചെയ്തായിട്ട് തോന്നുന്നില്ല. നിങ്ങളുടെ മകനായിരിക്കും ആ കാശ് എടുത്തിട്ടുള്ളത്. ഏയ്, ഒരിക്കലും അല്ല. അവനൊരു നല്ല കുട്ടിയാ. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഓഫീസർ, എനിക്ക് ഉറപ്പുണ്ട്. സാർ, സർവൈലൻസ് ഫുട്ടേജ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊന്ന് നോക്കണം സാർ. ആ ചെക്കന്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. അവൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കാണ് പോകുന്നത്. ഇത് അങ്ങനെ നിങ്ങളുടെ കാശ് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ച് തന്നിരിക്കും. പക്ഷേ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെ ഇട്ടാൽ. ലോറൻസ്, ലോറൻസ്. എന്റെ ക്യാപിറ്റൽ ആൽബം ചെറുതാണ്, പക്ഷെ എനിക്കത് സ്വന്തമാക്കാൻ പറ്റും. വാൾമാക് DK&DJ സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ വെട്ടിപ്പിടിക്കാൻ ഇത് ധാരാളം മതി. അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. മിസ് മേരി, ഇന്നത്തെ നമ്മുടെ ഓപ്പണിംഗ് അത്രയ്ക്ക് മോശമല്ല കേട്ടോ. ഡാ ചെക്ക, നീ വാങ്ങിച്ച പ്രോഡക്റ്റിന് നല്ല പ്രോസ്പെക്റ്റ് ഒന്നും ഇല്ലാട്ടോ. ഞാൻ പറയുന്നത് കേക്ക്. കാശ് തിരിച്ചു വാങ്ങിയിട്ട് വീട്ടിലേക്ക് വെക്കോ. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? വിദേശ രാജ്യങ്ങളിൽ യുദ്ധം നടക്കാൻ പോവാ. എന്റെ സ്റ്റോക്കിന്റെ റേറ്റ് ഇപ്പൊ ടോപ്പിലാവും. ആ കാര്യം ഉറപ്പാ. എടാ ചെറുക്ക, നീ ആരോട് സംസാരിക്കുന്നത് നിനക്ക് അറിയാമോ? ജെം ഗ്രൂപ്പിന്റെ ഇപ്പത്തെ CI നിൽക്കുന്നവരാ, മിസ് മേരി. മേരിയോ? ജെം ഫാമിലിപ്പെട്ട പെണ്ണാണോ ഇവൾ? ജെം ഫാമിലിയുടെ രഹസ്യമായ ഫിനാൻഷ്യൽ ജീനിയസ്? അപ്പൊ അത് ഇവരാണല്ലേ? ഞാൻ കേട്ടത് അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ടോർച്ചർ കാരണം ഡിപ്രഷനായി പോയെന്നാണ്. മാരേജ് കഴിഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്തു. ജെം ഗ്രൂപ്പ് അടയാളമില്ലാതെ നശിച്ചുപോയി. എടാ ചെക്ക, ഇന്റർനാഷണൽ ഗോൾഡ് പ്രൈസസ് അതെല്ലാം കഴിഞ്ഞ 10 ദിവസമായിട്ട് കുറഞ്ഞിരിക്കുക. അവര് പറഞ്ഞു വെച്ച് നോക്കുമ്പോ യുദ്ധമൊന്നും സംഭവിക്കില്ല. നിനക്കിപ്പോ സ്റ്റോക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേറൊരു നല്ല ഓപ്ഷൻ പറഞ്ഞു തരാം. ഇവളാള് കൊള്ളാലോ. ഇവള് വീണ്ടും ജനിച്ചു വന്നത് ആളെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. ഞാൻ ഇവളെ എന്റെ അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താലോ? എടാ കുട്ടാ, നിനക്ക് നല്ല ഭാഗ്യമുണ്ടല്ലോ. ഞങ്ങളുടെ യങ് ലേഡി സിറ്റിയിലെ ഫിനാൻഷ്യൽ ജീനിയസ് ആണ്. അവൾ നിനക്ക് പിക്ക് ചെയ്തിരുന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ, അതൊരിക്കലും തെറ്റില്ല. ഞാൻ പറയുന്നതേ, ഞാൻ എടുത്ത സ്റ്റോക്കിന്റെ റേറ്റ് ഇപ്പൊ മേലോട്ട് പോകും. അടുത്ത 10 ദിവസത്തിൽ അത് സംഭവിക്കും. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമുക്കൊരു ബെറ്റ് വെച്ചാലോ? എന്ത് പറ്റാ നീ ഇപ്പൊ ചെയ്യാൻ പോന്നെ? നീ പറ. പക്ഷെ സ്റ്റോക്ക് റേറ്റ് താഴോട്ട് പോയാൽ ഞാൻ ഇനി ഒരിക്കലും സ്റ്റോക്ക് ട്രേഡ് ചെയ്യില്ല. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയും ചെയ്യാം. ഒരുപക്ഷെ എന്റെ ഈ സ്റ്റോക്കിന്റെ റേറ്റ് മേലോട്ട് പോയാ നിങ്ങൾ എന്റെ അച്ഛനെ കല്യാണം കഴിക്കോ? എന്റെ സ്റ്റെപ്പ് മദർ ആവാവോ? അധിക പ്രസംഗി, എന്ത് വാക്കാ നീ പറഞ്ഞത്? അതൊന്നും ഇവിടെ നടക്കില്ല, മനസ്സിലായോ? ഓക്കെ, നിന്റെ ബെറ്റ് ഇടാം. എനിക്ക് പേടിയൊന്നുമില്ല. മിസ് മേരി, ഇതൊരു ഡീലാ. നീ തോറ്റുപോയാൽ നീ ഈ ജന്മത്തിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ ഡൺ. ലോറൻസ്, ലോറൻസ്. അച്ഛാ, നിങ്ങൾ ഇതെന്താ ചെയ്യുന്നേ? ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ നീ ആ കാശ് മൊത്തം പാഴാക്കുമായിരുന്നു. മോനെ, നീ ആ കാശ് എവിടെ വെച്ചിരിക്കുന്നേ? അത് അച്ഛന്റെ ഇത്രയും കാലത്തെ സമ്പാദ്യമോ മോനെ? ആകാശം എടുത്ത് ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങിച്ചിരിക്കുക. എന്ത്?
ആ കാശ് പോയോ? ഞാൻ നിന്റെ ട്യൂഷനായി നീക്കി വെച്ചിരുന്ന കാശായിരുന്നു അത്. നീ അത് വേസ്റ്റ് ആക്കിയല്ലോ. വിഷമിക്കണ്ട അച്ഛാ, അതൊരിക്കലും വേസ്റ്റ് ആവില്ല. ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യ്. ഒരു രാത്രി കൊണ്ട് നമ്മൾ പണക്കാരായി മാറും. ഉറപ്പാ, എന്നെ വിശ്വസിക്കച്ചാ. അത് മാത്രമല്ല, ഞാൻ എനിക്ക് വേണ്ടി ഒരു സുന്ദരിയായ സ്റ്റെപ്പ് മദറിനെ കണ്ടുവച്ചിട്ടുണ്ട്. മണ്ടത്തരം പറയലേ ലോറൻസ്. ഒരു രാത്രി കൊണ്ട് നീ പണക്കാരനാവാൻ പോകുന്നു. തന്തയെ പോലെ തന്നെ മോനും മണ്ടനാ, മരമണ്ടൻ. ഈ ചെറിയ പ്രായത്തില്, അതും ഓടിക്കളിക്കേണ്ട പ്രായത്തില് അവൻ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ വന്നിരിക്കുന്നു. റോസി, മിണ്ടരുത്. നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് എന്നെ പേര് പറഞ്ഞു വിളിക്കുന്നത്? ഞാൻ ഇത്രയും നേരം പുറത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാ കേട്ട ഒരു കൊച്ചു ചെറുക്കൻ സ്റ്റോക്ക് വിൽക്കാനായി ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അത് ആരുടെ മോനാന്നറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. നോക്കിയപ്പോഴോ അത് നിങ്ങൾ രണ്ടുപേരുമായിരുന്നു. ലോകം മൊത്തം വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക രണ്ടും കൂടി. ഇതിൽ പരം മണ്ടത്തരം വേറെ വല്ലതും ഉണ്ടോ? ഓ, എന്റെ ഭാഗ്യം കൊണ്ടാ ഞാൻ നിങ്ങളെ നേരത്തെ തന്നെ ഡിവോഴ്സ് ചെയ്തത്. ഇല്ലെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ എന്താവുമായിരുന്നു? ആൾക്കാരൊക്കെ എന്നെ കണ്ട് പൊട്ടിച്ചിരിക്കുമായിരുന്നു. ഇപ്പോഴും ആൾക്കാർ പൊട്ടിച്ചിരിക്കാൻ തന്നെയാ പോകുന്നേ. അവരെന്റെ അച്ഛനെ ഒരിക്കലും കളിയാക്കില്ല. നിങ്ങൾക്ക് കണ്ണിന്റെ കാഴ്ച അല്പം കുറവാണെന്ന് തോന്നുന്നു. ലോറൻസ്, അങ്ങനെയൊന്നും പറയരുത്. അത് ശരി, നിനക്കിനിയും ശരിക്കും പല്ല് പോലും മുളച്ചിട്ടില്ല. അതിനിടയ്ക്ക് നീ സ്റ്റോക്ക് ട്രേഡിംഗിന് ഇറങ്ങിയിരിക്കല്ലേ? നിനക്ക് നേരാവണ്ണ സ്റ്റോക്ക് എന്തെങ്കിലും എഴുതാൻ അറിയോടാ? ലോറൻസ്, ട്രേഡിംഗ് സ്റ്റോക്സ്, അത്രേ ഉള്ളൂ സംഭവം. ഇതാണോ വലിയ ആനക്കാര്യം? എന്തോന്ന്? എടാ കൊച്ചേർക്ക, നീ ഇപ്പൊ കാശ് കൊടുത്ത് വാങ്ങിയ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് മൊത്തം ഇപ്പൊ വെള്ളത്തിലാവും. അത് കണ്ടോ, നീ ഇപ്പൊ എടുത്ത സ്റ്റോക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ പോയാൽ അതെല്ലാം ഇപ്പൊ താഴേക്ക് പോകും. നിന്റെ എല്ലാം നഷ്ടത്തിലും ആവും. അവനൊരു കൊച്ചുകുട്ടിയല്ലേ, അവൻ ഇതിനെ കുറിച്ചൊക്കെ എന്തറിവുണ്ടാവാനാ? ഫിട്ടുകള്ള വീണാലല്ലേ അവൻ എഴുന്നേറ്റ് നടക്കാൻ പഠിക്കുള്ളൂ. ബ്രാഡ്ലി, ഞാൻ പറയുന്ന കേക്ക്. എത്രയും വേഗം ഇവനെയും കൊണ്ട് വീട്ടിൽ പോകാൻ നോക്ക്. അല്ലെങ്കിൽ ഇവൻ കാരണം നീ നടുവഴിയിലെത്തും, പറഞ്ഞേക്കാം. ഞാൻ കാരണം ഒരിക്കലും ലോറൻസിന് അങ്ങനെ ഒരു ഗതി വരില്ല. അവനൊരു കൊച്ചല്ലേ, അവനെ സംരക്ഷിക്കുക എന്നുള്ളത് അവന്റെ അച്ഛനായ എന്റെ കടമയാ. കാശ് മുഴുവനും പോയാലും സാരമില്ല, ഞാൻ എവിടുന്നാലും കടം വാങ്ങിച്ചോളാം. ഞാൻ എന്റെ ബ്ലഡ് വിറ്റോ അല്ലെങ്കിൽ കിഡ്നി വിറ്റോ ഇവനെ പഠിപ്പിക്കും. അത് കൊള്ളാലോ. കണ്ടു, ഇപ്പോഴും എത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്നേ. 4 കാശിന് യാചിക്കുന്നവനാ നീ. നീ കടം ചോദിച്ചാൽ തന്നെ ഇവിടെ ആരും തരാൻ തയ്യാറാവില്ലല്ലോ. നിന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല. അവസാനം അതും ഇതും പറഞ്ഞ് എന്റെ മുന്നിൽ വന്നേക്കരുത്. അതിന്റെ ആവശ്യം ഒന്നുമില്ലെന്നേ. ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത് നോക്ക്. ഞാൻ എടുത്ത സ്റ്റോക്ക് മേലോട്ട് പോകും, നോക്കിക്കോ. എന്നിട്ട് പറ, നിങ്ങളായിരിക്കും ഞങ്ങളെ തേടി വരുന്നത്. എന്താ, മനസ്സിലായോ? ആണോ? എങ്കിൽ പിന്നെ നമുക്ക് അതൊന്ന് നോക്കാം. നമുക്ക് തമ്മിലൊരു ബെറ്റ് വെച്ചാലോ? എന്ത് ബെറ്റാ? മോനെ, നമ്മൾ ബെറ്റ് വെക്കാനൊന്നും പോണ്ട. കാശ് പോവാണെങ്കിൽ പോട്ടെ, സാരമില്ല. ഞാൻ ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തില്ല. ദേ നോക്ക്, നിന്നെ നല്ലപോലെ വളർത്താത്തതിന്റെ കുറ്റം എനിക്കാ. ഞാൻ ആരോടെങ്കിലും കടം വാങ്ങിക്കാം, നീ പേടിക്കണ്ട. നിന്നെ ഞാൻ ബെസ്റ്റ് സ്കൂളിലേക്ക് തന്നെ അയക്കും. നിനക്ക് ഞാൻ മികച്ച എഡ്യൂക്കേഷൻ തന്നെ തരും. ഒരിക്കലും തെറ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. മോനെ, നിന്റെ അച്ഛൻ പറഞ്ഞത് ശരിയാ. നിനക്ക് കൊച്ചു പ്രായമാണ്. ഇത് നീ പഠിക്കാനും കളിക്കാനുള്ള സമയമാണ്, സ്റ്റോക്ക് ട്രേഡിംഗിനുള്ള സമയമല്ല. നീ ക്യാഷ് തിരിച്ചെടുത്തോ, എന്നിട്ട് അച്ഛനൊപ്പം വീട്ടിലേക്ക് പൊക്കോ. സാരമില്ല മാഡം, അച്ഛന്റെ കാശ് ഒരിക്കലും കൈവിട്ടു പോയില്ല. ഒരു പൈസ പോലും നഷ്ടപ്പെടില്ല. നമ്മൾ തമ്മിൽ ബെറ്റുണ്ട്, ഓർമ്മയുണ്ടല്ലോ? മേരി, എന്തിനാ ചെക്കനോട് സംസാരിച്ചതിന്റെ സമയം കളയുന്നേ? ഒരു പാഠം പഠിക്കാതെ ഇവനൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഈ നാട് മുഴുവൻ എക്സ്ചേഞ്ചസ് കണ്ടുവന്നിട്ടുള്ള ആളുകളാ. ഇൻവെസ്റ്റ്മെന്റിന്റെയും വെൽത്ത് മാനേജ്മെന്റിന്റെ എക്സ്പെർട്ടാ നമ്മള്. അവനൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. എന്താ, പേടിച്ചു പോയോ? അങ്ങനെ പേടിയുണ്ടെങ്കിൽ എന്റെ മുന്നിൽ വരാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക്, വേഗം. ലോറൻസ്, വാ, നമുക്ക് പോവാം. നമുക്ക് വീട്ടിലേക്ക് പോവാം. ലോറൻസ്, അച്ഛാ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ജയിക്കണ്ടേ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? അച്ഛാ, നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമുണ്ടോ? അച്ഛാ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ജയിക്കണ്ടേ? വിജയിക്കാനോ? തോറ്റ തുന്നം പാടൽ ഇവനൊക്കെ പറഞ്ഞിട്ടുള്ളൂ. കാശുമില്ല, കഴിവുമില്ല. ഇയാളൊക്കെ ജീവനോട് ഇരിക്കുന്നത് തന്നെ ഈ ഭൂമിക്കൊരു ഭാരമാണ്. മണ്ടന്മാര് ജീവിതം മുഴുവൻ നശിപ്പിച്ച് കൊളാക്കിയിരിക്കുക. എന്നിട്ടിപ്പോ വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? റോസി, നീ അത് കണ്ടോ? നീ അന്ന് ഇവനെ നമ്മുടെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അന്ന് സമ്മതിച്ചില്ലായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഇന്ന് അവനെ നമ്മുടെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായേനെ. അത് ശരിയാ. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്ന ആളല്ലേ നിങ്ങൾ? ചിലപ്പോഴൊക്കെ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഈ കൊച്ചു ചെക്കൻ, ഇവൻ ശരിക്കും എന്റെ മകൻ തന്നെയാണോ എന്ന് അത്ഭുതപ്പെടാറുണ്ട് ഞാൻ. അവന്റെ മുഖവും നോട്ടവും ഒക്കെ കണ്ടില്ലേ, സഹിക്കുന്നില്ല എനിക്ക്. അവന്റെ ഫാമിലിയുടെ ജീൻസ് തന്നെ കുഴപ്പം പിടിച്ചതാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ 8 ജനറേഷനായിട്ട് അവര് വെറും പിച്ചക്കര. പീറ്റർ, ഞാനിപ്പോ നല്ല മൂഡിലായിട്ടോ. അതുകൊണ്ട് പറയാ, നീ ആ ചെക്കനെ കൂട്ടി വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട, എന്നെ ശരിക്കറിയാലോ നിനക്ക്. വെറുതെ വായി നോക്കി നിൽക്കാതെ അവനെ കൂട്ടി ഇവിടുന്ന് പോടാ. നിനക്കിപ്പോ എന്ത് ബെറ്റാ വെക്കേണ്ടത്? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറയടാ. എന്താ, നീ കേട്ടില്ലേ? നിനക്ക് എന്ത് ബെറ്റാ വെക്കേണ്ടത്? ബ്രാഡ്ലി, നിനക്കെന്ത് ഭ്രാന്ത് പിടിച്ചോ?
എനിക്ക് ഭ്രാന്താണോ അല്ലയോ എന്നൊന്നും നീ ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. അച്ഛാ, സംഗതി കലക്കി കേട്ടോ. മോനെ, നീ പേടിക്കണ്ട. എന്ത് തന്നെ സംഭവിച്ചാലും ഈ അച്ഛൻ നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് മോൻ പേടിക്കരുത്. എപ്പോഴും നമ്മൾ തന്നെ തോറ്റ് പിന്മാറാൻ പാടില്ലല്ലോ. കൊള്ളാം അച്ഛാ, ഇത് മതി. നമ്മൾ വീണ്ടും വിജയിച്ചിരിക്കും. എന്നാ പറഞ്ഞോ, ഞങ്ങൾ ബെറ്റിന് തയ്യാറാ. എടാ, നിനക്ക് നാണവും മാനവും ഒന്നുമില്ലേ? ഞാൻ നിന്നെ സഹായിക്കാം. നോക്കിക്കോ, ഇനിയുള്ള 3 മിനിറ്റിൽ ഈ സ്റ്റോക്ക് എല്ലാം താഴെ പോവും. പിന്നെ നീയും നിന്റെ മോനും എന്റെ അടിമകളായിട്ട് ജീവിക്കേണ്ടി വരും ജീവിതകാലം മുഴുവൻ. സാധ്യമല്ല. എന്താ, പേടിച്ചു പോയോ? ഞാൻ തയ്യാറാ, പക്ഷെ എന്റെ മോനെ വിട്ടേക്ക്. സാരമില്ല അച്ഛാ, ഓക്കെ എന്ന് പറ. ധൈര്യമായിട്ട് പറയുന്നേ. ഇനി നിങ്ങളാണ് തോൽക്കുന്നതെങ്കിലോ? തോൽക്കാനോ? ഞങ്ങൾ അങ്ങനെ തോക്കൊന്നും നീ കരുതുന്നോ? നിന്റെ മോൻ എന്തെങ്കിലും പിച്ചും പേയും പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങ് വിജയിച്ച് കാശുണ്ടാക്കുമെന്ന് കരുതിയോ നിങ്ങളാ? ഒരുപക്ഷെ നിങ്ങൾ തോറ്റാലോ? അങ്ങനെ ഞങ്ങൾ തോറ്റുപോയാ ഇനി നിന്റെ മുന്നിൽ ഞങ്ങൾ മുട്ടുകുത്തി നിൽക്കും. പിന്നെ നിങ്ങളെ എവിടെ വെച്ച് കണ്ടാലും ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കും. നിങ്ങളുടെ വാലാട്ടി പട്ടികളെ പോലെ നിൽക്കും. എന്തു പറയുന്നു? ഓക്കെ, ഡീൽ ഓക്കെ. പീറ്റർ, നീ കാത്തിരുന്നോ ജീവിതകാലം മുഴുവൻ എന്റെ അടിമയായിട്ടിരിക്കാനായി? നീ വിഷമിക്കണ്ട കേട്ടോ. നിന്നെ നിന്റെ മോനെയും ഞാൻ നല്ലവണ്ണം നോക്കിക്കോളാം. നിനക്ക് നിന്റെ മോനെ സ്കൂളിൽ പഠിക്കാനായി അയക്കണോ അല്ലേ? നിനക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ഞാൻ ചെയ്യാം. അവനെ ഞാൻ സ്കൂളിലൊന്നും അയക്കില്ല. അവന് ഞാൻ ചെറിയൊരു ജോലി കൊടുക്കാം, ഗേറ്റ് കീപ്പർ ആയിട്ട്. അവരെ കളിയാക്കിയത് മതി, വിട്ടേക്ക്. ഇനിയും സമയമായിട്ടില്ല. ആര് ജയിക്കുമെന്ന് ഇനിയും ഉറപ്പായിട്ടില്ല. അതുവരെ ഒന്ന് കാത്തിരിക്കേ. നീ ഇനി കണ്ണീര് ഒഴുക്കാൻ പോകുന്നതേ ഉള്ളൂ. നീയും നിന്റെ മോനും തോറ്റു തുന്നം പാടും. മേരി, അതൊന്ന് വിട്ടിക്ക്. സെയിം ഫാമിലി തകർന്നു കിടക്ക. നമുക്ക് സ്ഥലം വിടാം. മാസ്റ്റർ അവിടെ നമ്മളെ കാത്തിരിക്കുക, നമ്മുടെ മറുപടിയും കാത്തിരിക്കുക. ഇവന്റെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റ് അത് കൺട്രോൾ ചെയ്യാൻ ഭാഗ്യമുണ്ടാവണം. എന്റെ ഐഡന്റിറ്റി ഞാൻ മറച്ചു പിടിക്കണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ഇവരെ സഹായിക്കുമായിരുന്നു. വാ, നമുക്ക് പോകാം. ബ്രാഡ്ലി, സമയമായി കഴിഞ്ഞു. നീ നിന്റെ പുന്നാര മകനെ തോറ്റു തുന്നം പാടാൻ തയ്യാറാണല്ലോ. റോസി, അവനൊരു ചെറിയ കുട്ടിയല്ലേ. വീണ്ടും വീണ്ടും അവനെ ഇങ്ങനെ കളിയാക്കരുത്. എന്തു സഹിക്കാൻ ഞാൻ തയ്യാറാണ്. എന്ത് നീ സഹിക്കുമെന്നോ? ആണോ? എന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് പട്ടിയെ പോലെ കുരയ്ക്കടാ. എന്നിട്ട് എന്റെ കാലിന്റെ ഇടയിലൂടെ എഴഞ്ഞു പോടാ. അപ്പൊ ഞാൻ നിന്റെ മോനോട് ക്ഷമിക്കാം. നിന്റെ മകന് വേണ്ടി നിന്റെ ജീവൻ തന്നെ ത്യജിക്കാൻ നീ തയ്യാറല്ലേ? അവന് വേണ്ടിയല്ലേ നീ ബെറ്റ് വെച്ചിട്ട് ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നേ? എന്നാ വാടാ. ഓക്കെ, എനിക്ക് സമ്മതമാണ്. മോനെ ലോറൻസ്, നീ ഒരു കാര്യം അറിയണം. നമ്മൾ പാവപ്പെട്ടവരാണെങ്കിൽ പോലും നമുക്കും ചില കടമകളുണ്ട്. നമ്മൾ തോറ്റ നമ്മളത് അംഗീകരിച്ചു കൊടുക്കണം. ഗുഡ് ന്യൂസ്, ഒരു സിംഗിൾ സ്റ്റോക്ക് പ്രൈസിന്റെ മെയിൽ ഔട്ട് വന്നിരിക്കുകയാണ്. ദയവേത് എല്ലാവരും ശ്രദ്ധിക്കുക. ഗുഡ് ന്യൂസ്, ഒരു സിംഗിൾ സ്റ്റോക്ക് പ്രൈസ് തലകീഴായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാവരും ദയവേത് ശ്രദ്ധിക്കുക. മേരി, സ്റ്റോക്ക് പ്രൈസിംഗ് കൂടുതലായിക്കൊണ്ടിരിക്കുക. അത് അങ്ങോട്ട് നോക്ക്. അച്ഛാ, ഇന്ന് മുതൽ നിങ്ങൾ ആരുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഈ സ്റ്റോക്ക് എങ്ങനെയാ മുകളിലേക്ക് പോയത്? എന്താ നടക്കുന്നേ? എങ്ങനെയാ ഇതൊക്കെ സംഭവിക്കുന്നേ? അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞില്ലേ? നമ്മൾ കാശുണ്ടാക്കാൻ പോവാണോ? ആദ്യം അതിന് വളർച്ച ഒന്ന് അവസാനിക്കട്ടെ. കാത്തിരിക്കെ. $1 lakh ആയിരിക്കും കിട്ടുന്നേ. എന്ത്? 100,000ഓ? കലക്കിടാ മോനെ. ലോറൻസ്, നിന്നെ സ്കൂളിലേക്ക് അയക്കാനുള്ള കാശ് എനിക്ക് കിട്ടും. നീ എന്റെ ലക്കി സ്റ്റാർ ആടാ, ലക്കി സ്റ്റാർ. ലോറൻസ്, നമ്മളിപ്പോ പണക്കാരാ. മിസ് മേരി, സ്റ്റോക്ക് വീണ്ടും വീണ്ടും മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത് എങ്ങനെ സംഭവിച്ചു? ശരിക്കും അത് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. മിസ്സസ് മേരി, ഇപ്പൊ കിട്ടിയ ന്യൂസാണ്. ബി ബ്ലാക്ക് റീജിയനിൽ ഇന്റർനാഷണൽ കൊളീഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഫൈറ്റ് തുടങ്ങി കഴിഞ്ഞു. ഇന്റർനാഷണൽ ഗോൾഡ് പ്രൈസ് ശരിക്കും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് വലിയ ലോസാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, ഈ സ്റ്റോക്കിന്റെ പ്രൈസ് അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഉയർന്നുകൊണ്ടേയിരിക്കും. മേരി, ഗോൾഡ് റിലേറ്റഡ് സ്റ്റോക്സ് എല്ലാം വാങ്ങിച്ചോ. എന്നിട്ട് മൊത്തം 9 ദിവസത്തിനുള്ളിൽ വിറ്റേക്ക്. ഇത് കണ്ണില്ലാത്ത പൂച്ച ഇലയെ പിടിച്ച കഥയായാലോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മണ്ടത്തരം വിളിച്ചു പറയണ്ട. നമ്മുടെ ബെറ്റ് അനുസരിച്ച് മുട്ടുകുത്തി നിന്ന് ക്ഷമ ചോദിക്കേ. അതെ ശരിയാ.
എന്ത് ബെറ്റ്? ബ്രാഡ്ലി ദേഷ്യത്തിന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് വെച്ച് അതൊന്നും ബെറ്റായി കണക്കാക്കാൻ പറ്റില്ല. എടാ കൊച്ചേർക്ക, നിനക്ക് ഇത്ര അഹങ്കാരം പാടില്ല. എന്നോടാണോ നീ മുട്ടുകുത്തി നിൽക്കാൻ പറയുന്നത്? ഞാൻ ആരാണെന്നറിയോ? ഇന്ന് ഈ സിറ്റിയിൽ ഞാനൊന്ന് മനസ്സ് വെച്ചാ നിങ്ങളെ രണ്ടിനെ എനിക്ക് ഒന്നും അല്ലാതാക്കാൻ പറ്റും. നിങ്ങളല്ലേ സൺ ഗ്രൂപ്പിന്റെ വലിയ ഓണറാണെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ പറഞ്ഞ വാക്ക് പാലിക്കാതെ പിന്മാറുകയാണല്ലോ. അതുകൊണ്ട് എന്താ ഇപ്പോ? ഞാൻ പറഞ്ഞ വാക്ക് തിരിച്ചെടുത്തിരിക്കാ ഇപ്പോ. പിന്നെ നിങ്ങൾ രണ്ടിനെയും ഒരു പാഠം പഠിപ്പിക്കാതെ ഇവിടുന്ന് വിടില്ല ഞാൻ. നിന്റെയൊക്കെ കാല് ഞാൻ തല്ലി ഓടിക്കും. ഓടാ. നിങ്ങൾ എന്താ ചെയ്യുന്നേ? വേണ്ട, നിർത്ത. താൻ ആരാടോ? താൻ തന്റെ കാര്യം നോക്കി പോടോ. ഇവിടുത്തെ കാര്യങ്ങൾ ആർത്തർ നോക്കിക്കോളൂ. പറഞ്ഞ വാക്ക് പാലിക്കാതെ നിങ്ങൾ ആരും തന്നെ ഈ സ്ഥലം വിട്ടു പോയില്ല. നീ എന്നെ തല്ലിയോ? ആർത്തർ അവനെന്നെ തല്ലി. ചുമ്മാ ഇരിക്കും. എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തിനാ എന്റെ അച്ഛന് പോലും എന്നെ സഹായിക്കാൻ കഴിയില്ല. റോബിൻ, നിങ്ങളെന്താ ഇവിടെ? എന്താ? അതായത് നീ പോകുന്ന സ്ഥലത്തൊന്നും എനിക്ക് വരാൻ പാടില്ലേ? അല്ലല്ല, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഞാനിവിടെ തമാശക്ക് ഇവരുമായിട്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഞങ്ങളിതാ ഇറങ്ങുക. എന്നാ പോട്ടെ. പറഞ്ഞ വാക്ക് പാലിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല, കേട്ടല്ലോ? പറഞ്ഞ വാക്ക് പാലിക്കണം, ഓർമ്മയുണ്ടല്ലോ? ഒന്ന് പോടാ കൊച്ചു ചേർക്ക. വെറുതെ തമാശക്ക് പറഞ്ഞാലും നീ സീരിയസ് ആക്കി. എന്ത് പറ്റാത്? അയാൾ എന്റെ അച്ഛനുമായിട്ട് ബെറ്റ് ഉറപ്പിച്ചതാ. ഒരു പക്ഷെ അവര് തോറ്റ ഞങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുമെന്ന് പറഞ്ഞതാ. എന്റെ അച്ഛൻ ഒരിക്കലും കളിയാക്കില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ല. ഈ പറയുന്നത് ശരിയാണോ? അല്ല, അത് അങ്ങനെയൊന്നുമല്ല. ഞാൻ തമാശക്ക് നീ റൂൾസ് ബ്രേക്ക് ചെയ്യരുത്, അറിയാലോ? മുട്ടുകുത്ത് എല്ലാരും മുട്ടുകുത്ത. അത് പിന്നെ പീറ്റർ, ഞാൻ ചെയ്തത് തെറ്റാണ്. സോറി. എന്നാ ശരി, നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് സ്ഥലം വിട്ടോ. ഇനി നിങ്ങൾ അച്ഛനോട് കളിച്ചോണ്ടല്ലോ വിവരം അറിയും. ഇപ്പൊ മനസ്സിലായല്ലോ? എന്റെ അച്ഛനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാ മര്യാദയ്ക്ക് ഒതുങ്ങി പൊയ്ക്കോണം. പറഞ്ഞത് കേട്ടല്ലോ. നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണാതിരിക്കട്ടെ. കാത്തിരുന്നോ? അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ. വാ. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് നല്ല ദീർഘദർശനമുണ്ട്. നിങ്ങളുടെ പ്രവചനം വലിച്ചിരിക്കുകയാണ്. അതിപ്പോ അങ്ങനെയൊന്നുമില്ല മാഡം. ഭാഗ്യം ഞങ്ങളെ രക്ഷിച്ചു, അത്രേ ഉള്ളൂ. നന്ദിയുണ്ട് മാഡം. നിങ്ങളുടെ മാനേജർ ഞങ്ങളെ രക്ഷിച്ചു, അതിനും നന്ദിയുണ്ട്. തിരിച്ച് ഈ കടം എങ്ങനെ വീട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കടം വീട്ടേണ്ട കാര്യമൊന്നുമില്ല. ചെറിയൊരു കാര്യമുണ്ട്. എനിക്കാണിപ്പോ നിങ്ങളുടെ കാര്യം ആവശ്യമുള്ളത്. പറഞ്ഞോ ചേച്ചി, നിങ്ങൾ ആ ബെറ്റി പറഞ്ഞതുപോലെ ചെയ്യാൻ പോവാണോ? അല്ല, ഞങ്ങളുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ നിങ്ങളെ ഞാൻ ജെം ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഫിനാൻഷ്യൽ അഡ്വൈസർ നിങ്ങളായിരിക്കും. ഇന്ന് നിങ്ങൾ എന്നോടൊപ്പം രാത്രി നടക്കുന്ന ഫിനാൻഷ്യൽ സബ്മിറ്റിലേക്ക് വരണം. ഫിനാൻഷ്യൽ സബ്മിറ്റോ? ഇതാ സ്പെഷ്യൽ ഓപ്ഷൻ അല്ലേ? ഇതെന്റെ പൂർവ്വജന്മത്തിൽ ന്യൂസിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വിലമതിക്കാനാവാത്തൊരു നിധിയാണ് നിധി. അത് മാത്രം എനിക്ക് കിട്ടിയാൽ അത് വലിയൊരു ഭാഗ്യമായിരിക്കും. എന്റെ അച്ഛന്റെ ഫ്യൂച്ചർ സെക്യൂർഡ് ആയിരിക്കും. മിസ് മേരി, ഫിനാൻഷ്യൽ സമ്മിറ്റ് അതൊരു മേജർ ഇവന്റ് ആണ്. മൊത്തം ഗ്രൂപ്പും ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ അങ്ങോട്ട് അനുവദിക്കാൻ പറ്റില്ല. ഗ്രൂപ്പിന്റെ റെപ്യൂട്ടേഷന് പ്രശ്നമാണ്. ആ ബിഗ് ഇവന്റ് നശിച്ചു പോകും. ജെം ഗ്രൂപ്പോ? അതെ, ഇവരാണ് ഞങ്ങളുടെ ജെം ഗ്രൂപ്പിന്റെ സിഇഒ മിസ് മേരി. മിസ് മേരിയോ? അച്ഛാ, മിസ് മേരി ഇവരെ വിളിക്കുന്നത് ശരിയല്ല. നിങ്ങൾ അവരെ ഹണി എന്ന് വിളിക്കാൻ തുടങ്ങിക്കോ. അല്ലേ സ്റ്റെപ്പ് മദർ? നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? അത് പിന്നെ സോറി ഉണ്ട് കേട്ടോ. മോൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ, അല്ലാതെ. മിസ് മേരി, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ പൊസിഷനിലേക്ക് നല്ലൊരാളെ ഞങ്ങൾ തിരയുന്നുണ്ട്. പക്ഷെ നാട് മുഴുവൻ തെരഞ്ഞിട്ടും അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇങ്ങനെയൊരു തീരുമാനം, അതും ഇയാളെ, അതൊട്ടും ശരിയാവില്ലെന്ന് എന്റെ അഭിപ്രായം. അതെ, ശരിയാ. സ്റ്റാർ ഗ്രൂപ്പ് ഫാമിലി വളരെ അംബീഷ്യസ് ആണ്. ചാൻസ് കിട്ടിയാൽ അവർ നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. ജെം ഗ്രൂപ്പ് അവരുമായി ഒത്തു കളിക്കുന്നത് കടുവയോടൊപ്പം കിടന്നുറങ്ങുന്നത് പോലെയാണ്. മിസ് മേരി, സത്യം പറഞ്ഞ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ എനിക്ക് എങ്ങനെയാ നിങ്ങളെ സഹായിക്കാൻ പറ്റുക? മിസ്റ്റർ പീറ്റർ, നിങ്ങളുടെ പവർ ഇനി നിങ്ങൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്തതെല്ലാം ഞാൻ കണ്ടതാണ്. ഇവിടെ സംഭവിച്ചതെല്ലാം നിങ്ങൾ ചെയ്ത കാര്യമാണല്ലേ? എന്തെന്നാ? എല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കാണല്ലേ? ഒരു കൗണ്ടർ അറ്റാക്ക്. ശരിക്കും വണ്ടർഫുൾ, വണ്ടർഫുൾ. അത് പിന്നെ മിസ് മേരി, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ മോനൊരു ഫ്ലൂക്കില്. ലോറൻസ് ഒരു കൊച്ചുകുട്ടിയായിരിക്കാം, പക്ഷേ അവന് അക്യുറേറ്റ് ഇൻസൈറ്റ് ഉണ്ട്, ജഡ്ജ്മെന്റ് ഉണ്ട്. അതിനെല്ലാം കാരണം നിങ്ങളാണ്. അതുപോലെ നിങ്ങളുടെ എക്സ് വൈഫ്
ആ ഒരു കാര്യമുണ്ട്, അവളുടെ ക്യാരക്ടർ ചില നാടകത്തിലൊക്കെ എപ്പോഴും വന്നു പോകുന്ന പോലെയുണ്ട്. ഷോർട്ട് സൈറ്റഡ്. ശരിക്കുള്ള ഡ്രാഗണെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കി. മിസ് മേരി, നിങ്ങൾ ശരിക്കും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മിസ് മേരി, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അവർ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ആണെന്ന്? തെരുവിൽ കിടക്കുന്നവർക്ക് അത് പറ്റുമോ? നടക്കില്ലെന്ന് എന്താ ഉറപ്പ്? അവര് ഭാഗ്യത്തിൽ വിശ്വസിക്കണോ? നല്ല കാര്യമല്ലേ, ഭാഗ്യത്തെ അവർ വിശ്വസിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ കാണുന്നത് അവരുടെ ജീനിയസ് വിഷനെയാണ് ആൻഡ് കീൻ ജഡ്ജ്മെന്റ്. എന്റെ ദൈവമേ, ഇനി എന്തൊക്കെയാണോ ഞാൻ കാണാൻ പോകുന്നത്? എനിക്കറിയാം നിങ്ങളിപ്പോ എന്ത് പറഞ്ഞാലും അത് സമ്മതിക്കില്ലെന്നറിയാം. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ട്. നിങ്ങൾ അതിന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റണമെന്ന് വിചാരിക്കല്ലേ. പക്ഷെ ഫിനാൻഷ്യൽ സബ്മിറ്റിന്റെ കാര്യം നിങ്ങൾ ദയവ് ചെയ്ത് എന്നോടൊപ്പം വന്നേ പറ്റൂ. വിഷമിക്കുന്ന സ്റ്റെപ്പ് മദർ, എന്റെ അച്ഛൻ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാരും നിരത്തി പിടിച്ച് സെറ്റിൽഡ് ആക്കും. മോനെ, നീ എന്തൊക്കെയാ പറയുന്നേ? അച്ഛൻ ആക്ഷൻ നടത്തണമെങ്കിൽ നമ്മൾ നേരത്തെ ഇൻസ്പയർ ചെയ്യണം. നമുക്ക് നിങ്ങളുടെ സിൻസിയറിറ്റി ഒന്ന് അറിയണമല്ലോ. കഥയിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്നറിയാൻ ഡാഷ് റീൽസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.